ഇതാണ് ആ 4ാം ക്ലാസ്സുകാരി പോലീസ് യൂണിഫോമിലെത്തി പോലീസ് സ്റ്റേഷനിൽ കേക്ക് കട്ട് ചെയ്ത് പിറന്നാൾ ആഘോഷിച്ച ആൾ. തട്ട മാമൂട് സ്വദേശി സാജൻ മെർലിൻ ദമ്പതികളുടെ മകൾ സെറ. എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കേക്ക് കട്ട് ചെയ്തു? ഞങ്ങൾ പല വട്ടങ്ങളും എൻ്റെ ബർത്ത്ഡേസ് പല പല സ്ഥലത്തായിട്ട് ബർത്ത്ഡേ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് പോലീസ് സ്റ്റേഷനിൽ ചെയ്യണമെന്ന് ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞു. അപ്പോൾ അവർ എന്നെ പോലീസ് സ്റ്റേഷൻ്റെ കണ്ടുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ബർത്ത്ഡേ സെറിമണി നടത്തി. പോലീസുകാർക്കൊപ്പമാണ് ആഘോഷമെങ്കിൽ അത് യൂണിഫോമിൽ തന്നെയാകണം. പഠിപ്പ് കഴിഞ്ഞാൽ കാക്കി അണിയണമെന്ന മോഹമാണ് സേറയെ വേഷപ്രച്ഛന്നയാക്കിയത്. ശനിയാഴ്ചയായിരുന്നു കാക്കിയുടെ കാവലിലെ ആ ആഘോഷം. പോലീസുകാരാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തും, പാവപ്പെട്ട ആൾക്കാരെയൊക്കെ കെയർ ചെയ്യും, അതിലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഒരു പേടിയൊക്കെ ഇല്ലായിരുന്നു മനസ്സിൽ? ഇല്ലായിരുന്നു. അതെന്ത് പറ്റി? എനിക്കിഷ്ടമാണ് പോലീസുകാരെ. ഞാൻ വണ്ടിയിൽ നിന്ന് പോലീസുകാരെയൊക്കെ കാണുമ്പോൾ സല്യൂട്ടൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് പൈസ. സേറയുടെ പിറന്നാൾ ദിനം വ്യത്യസ്ത ഇടങ്ങളിലെ കൂടിച്ചേരലുകളാക്കി മാറ്റുന്നതാണ് രീതി. സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തി വരും വരെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്നതാണ് രക്ഷിതാക്കളുടെ ഇഷ്ടം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി, അവളുടെ അപ്പനും അമ്മയും അടങ്ങിയ ഒരു ഇൻറ്റിമേറ്റ് ഫാമിലി, പിന്നെ ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി, അപ്പച്ചനും അമ്മച്ചിയും മറ്റു ബന്ധുക്കാരൊക്കെ ഇറങ്ങിയ എക്സ്റ്റെൻഡഡ് ഫാമിലി, പിന്നെ ഒരു സമൂഹം, സൊസൈറ്റി, ഈ 3 ഇടങ്ങളിലേക്കാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതുവരെയുള്ള അവളുടെ എല്ലാ ബർത്ത്ഡേ ആഘോഷങ്ങളും ഈ 3 ഫേസുകളിലായിട്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ഇൻറ്റിമേറ്റ് സർക്കിൾ ഞങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആഘോഷിക്കും. പിന്നെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഇറങ്ങിയ ഒരു എക്സ്റ്റെൻഡഡ് ആഘോഷങ്ങൾ, അത് വലിയ ആഘോഷമൊന്നുമില്ല, ഒരു മോടുത്തിത്തി വർത്തനമോ പറഞ്ഞ ചെറിയ. അതിന് ശേഷം ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങും. അങ്ങനെ ഈ വർഷം സൊസൈറ്റിയുടെ ഞങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കിൾ ഇത് പോലീസ് സ്റ്റേഷനായിരുന്നു. അത് ഇവളുടെ ആവശ്യപ്രകാരമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നുള്ള ഒരു തീരുമാനം അവളിങ്ങോട്ട് മുന്നോട്ട് വെച്ചപ്പം ഞങ്ങളതിനെ എങ്ങനെ നടത്തിച്ചെടുക്കാമെന്ന് ചിന്തിക്കുകയും അങ്ങനെ പരിചയക്കാരനായ കോട്ടയം ഗാന്ധിനഗറിലെ ഇൻസ്പെക്ടറായിരിക്കുന്ന ശ്രീജിത്ത് സാർ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം സർവാത്മന അതിനെ വെൽക്കം ചെയ്തു. അങ്ങനെ സംഭവിച്ചതാണ്. യൂണിഫോം ഇടണമെന്ന കുഞ്ഞിന്റെ ആഗ്രഹത്തിന് 4 മാസം മുൻപാണ് ഇത് തയ്പ്പിച്ചത്. ആഘോഷത്തിന് പോലീസ് സ്റ്റേഷൻ തന്നെ തിരഞ്ഞെടുത്തതോടെ കാര്യങ്ങൾക്കല്പം ഗൗരവമാകട്ടെ എന്ന് കരുതി കാക്കി പിറന്നാൾ പുത്തനാക്കി. നമുക്ക് അറിയാമല്ലോ, പോലീസുകാരുടെ തിരക്കറിയാമല്ലോ. അപ്പം അതിനിടയ്ക്ക് അവർ ആ 10 മിനിറ്റ് ഈ കൊച്ചിന് വേണ്ടിയിട്ട്, ഒരു കുട്ടിക്ക് വേണ്ടി ചിലവഴിച്ചു എന്നുള്ളത് ഭയങ്കരമായിരുന്നു. അവർ ആ ചെയ്ത കാര്യങ്ങളെ തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കി. കുഞ്ഞിനാണേലും അതിയായ സന്തോഷമുണ്ടായി, കാരണം അവർ അത്രയും വെൽക്കംഡ് ആയിരുന്നു നമ്മളെ. തുമ്പമൺ NSK ഇന്റർനാഷണൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അച്ഛനും അമ്മയും IT മേഖലയിൽ തൊഴിലെടുക്കുന്നവർ. പോലീസ് കഥകൾ പറയുന്ന സിനിമകളുടെ സ്ഥിരം പ്രേക്ഷകർ കൂടിയാണ് കുടുംബാംഗങ്ങൾ. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. ഇതായിരുന്നു അടിപൊളി ആഘോഷം. CK അഭിലാൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്. അഭിലാൽ, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പിറന്നാൾ ആഘോഷങ്ങളും അല്ലെങ്കിൽ മറ്റു പല ആഘോഷങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ശരിക്കും ആ പോലീസുകാരെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കുട്ടിയുടെ എൻട്രിയും, അതും പോലീസ് വേഷത്തിൽ, പിന്നെ ഒരു പിറന്നാൾ ആഘോഷം വലിയ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ പിറന്നാൾ എല്ലാ കാലത്തും എന്തായാലും ആ കുട്ടിയുടെയും വീട്ടുകാരെയും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും മനസ്സിൽ തിങ്ങി നിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് മാത്രമല്ല, ഒരു പോലീസ് ഓഫീസർ, ആ ഒരു ആഗ്രഹം ഇപ്പോഴേ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടല്ലേ? സേറയുടെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു സംഭവമാണ്. സമീപകാലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഏതാനും ആളുകൾ സ്റ്റേഷനിലെത്തുകയും അവർ കേക്ക് മുറിക്കുകയും ഒക്കെ തന്നെ ചെയ്തതിൻ്റെ ദൃശ്യങ്ങൾ പുറത്താവുകയും അതിന് വലിയ വിവാദ പശ്ചാത്തലം ഉണ്ടാവുകയും പിന്നീട് സർക്കാർ വകുപ്പ് തലത്തിൽ നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾക്ക്, പ്രത്യേകിച്ച് ഒരു 9 വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ പിറന്നാൾ സ്റ്റേഷനിൽ പോലീസുകാരെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുന്നത് ഒരുപക്ഷെ കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമാകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും വളർന്നു വരുമ്പോൾ കാക്കിയിടുന്ന ഒരു ഉയർന്ന റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥയായി തീരണമെന്നുള്ള സേറയുടെ കുഞ്ഞ് ആഗ്രഹത്തിൻ്റെ ഒപ്പം രക്ഷിതാക്കൾ ചേരുകയായിരുന്നു. അതാണ് ഇത്തരത്തിൽ വലിയ വിപുലമായ ഒരു ആഘോഷത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. സേറ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇടയ്ക്ക് യാത്രകളൊക്കെ തന്നെ പോകുന്ന കുട്ടിയാണ്. നന്നായി എഴുതുന്ന, ഭേദപ്പെട്ട നിലയിൽ തന്നെ വായനയുമുണ്ട് എന്നാണ് രക്ഷിതാക്കൾ പറയുന്നത്. ഈ സമീപകാലത്ത് കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള ഒരു യാത്രയുടെ വിശദാംശങ്ങൾ, യാത്രാ വിവരണം ഇംഗ്ലീഷിൽ ഒരു ചെറിയ ബുക്കായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന് അപ്പോൾ മിടുക്കിയാണ്. എന്തായാലും പിറന്നാളൊക്കെ കഴിഞ്ഞു, നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും എഴുത്തും വായനയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൂടിയാണ് എന്ന് പറയുന്നു. അതൊന്നും കൈവിടരുത്, നല്ലതായിട്ട് പഠിക്കുക കേട്ടോ. ശരി അഭിലാൽ.